ഇതിനു മുമ്പ് ഇത്തരം ക്ലാസ്സുകളൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. തന്നെയുമല്ല, ഒരു പ്രാസംഗിക കല നമ്മുടെ ജീവിതത്തിൽ ഒരു അവശ്യ ഒരു ഘടകമായിട്ട് എനിക്ക് അങ്ങനത്തെ മേഖലകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് അതിന്റെ ആവശ്യകതകളുണ്ട്. അപ്പൊ ഇതെനിക്കൊരു നല്ലൊരു മോട്ടിവേഷൻ, ഇതിനേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വളരെയധികം ഉത്തേജകമായിട്ട് തോന്നി. അതിനോട് ഞാൻ സാറിന് വളരെയധികം നന്ദി പറയാണ്. ഒരുപാട് മാറ്റങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അത് വളരെ നമ്മളോട് തന്നെ ഒരു ആത്മാഭിമാനം തോന്നുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. അതേപോലെ ചേഞ്ചസ് നമ്മളിൽ നന്നായി ഫീൽ ചെയ്യുന്നു. താങ്ക്സ് ടു എവരിബഡി. ഞാൻ ഈ ക്ലാസ്സിന് പങ്കെടുക്കാൻ വളരെ അധികം ആലോചിച്ചിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ്, കൊറോണക്ക് മുമ്പ് വേറൊരു ക്ലാസ്സിന് പോകാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അതിന് 5000 രൂപയാണ് ഫീസ്. സാറിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പോകാൻ ശ്രമം നടത്തിയപ്പോൾ പിന്നെ കൊറോണ ഒക്കെ വന്നു, പിന്നെ മാറി. പിന്നെ ഈ ക്ലാസ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് നടന്നു. അന്ന് തിരക്ക് കാരണം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഈ സാറിനെ വിളിച്ചപ്പോൾ ഈ ഏപ്രിൽ 11 ക്ലാസ് കോഴിക്കോട് ഉണ്ട്. അന്നെനിക്ക് ചില തിരക്കുകൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് ഞാൻ വന്നത്. കാരണം 1500 രൂപ എൻ്റെ അവിടെ നിന്നുള്ള ചെലവും കാര്യങ്ങളൊക്കെ പൂക്ക വെള്ളത്തിലാവും തന്നെ ഉറപ്പിച്ചിട്ട് തന്നെയാണ് വന്നത്. ഏതായാലും കുറെ പൈസ ഒക്കെ അനാവശ്യമായി ചെലവാക്കുന്നതാണല്ലോ. അപ്പോ എനിക്ക് ആദ്യമൊക്കെ ഈ മൈക്കിൻ്റെ അടുത്തൊക്കെ നിന്നാൽ വളരെയധികം ഒരു ഭ്രമത അനുഭവപ്പെടാറുണ്ട്. ഓരോ ആളുകളെ കണ്ണിലും നോക്കിയാൽ, എത്ര തന്നെ നോക്കിയാൽ എനിക്കൊരു പ്രശ്നമില്ല. മറ്റ് ആളുകളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നും. ഇപ്പൊ എല്ലാവരുടെ കണ്ണിലും ഞാൻ നോക്കുന്നുണ്ട്. അവരും ഞാൻ നോക്കിയാൽ എനിക്കൊരു പേടിയില്ല. വളരെ നല്ല ഒരു ക്ലാസ്സാണ്. എൻ്റെ സാറിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഞാൻ ഈ ക്ലാസ്സിനെ പറ്റി കേട്ടപ്പോ എന്റെ മനസ്സിലായി തോന്നിയത്, അങ്ങനെ ഒരാള് നമ്മള് പറഞ്ഞതുകൊണ്ടൊക്കെ നമുക്ക് വലിയ പ്രാസിക്കാനാവാൻ പറ്റുമോ? അതുകൊണ്ടൊക്കെ ആലോചിച്ചു. സാർ ആദ്യം പിന്നെ ഞാൻ സാറ് ഫോളോപ്പ് ചെയ്തില്ല. പിന്നെ ദിവസം വീണ്ടും എനിക്ക് മെസ്സേജ് വന്നു. അപ്പൊ തോന്നും ചേട്ടനെ വേണ്ടി ഒന്നും പങ്കെടുത്ത് നോക്കാം, നമുക്ക് ഓരോ 1500 പോയി ഓരോ എന്തെല്ലാം കാശ് എങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് തോന്നും. ശരിക്കും എന്തായാലും ഈ സംഭാഷണം അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് കുറച്ച് ഗുണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഭയം തന്നെയാണ്. ഇരിക്കുമ്പോൾ നമ്മളെ വിളിച്ചാൽ തന്നെ എന്തൊരു നമ്മൾ പറയുന്നത്. അപ്പൊ അതൊക്കെ കുറെ പ്രോഗ്രസ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ പറ്റുന്ന അവസരം കിട്ടുമ്പോൾ അറ്റൻഡ് ചെയ്താൽ 100% ഞാൻ റെഡിയാകുമെന്ന് വിശ്വസിക്കുന്നു. വളരെയേറെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒരു സന്തോഷം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. എൻ്റെ ബിസിനസ് പരമായിട്ട് പല വേദികളിലും പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് നമ്മളുടെ വ്യക്തിത്വം വികസിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാസ്, അത് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിന്റെ ഫലമായിട്ട് ഞാൻ പലപ്പോഴും പല പ്രോഗ്രാമുകളെ കുറിച്ച് അറിയാനായിട്ട് തിടുക്കപ്പെട്ടിരുന്നു. അതിന്റെ ഫലമായാണ് ഇത്തരമൊരു പ്രോഗ്രാം പേൾ റീജൻസിയിൽ നടക്കുന്നുണ്ടെന്നറിഞ്ഞ് ഞാൻ സംഘാടകരോട് ബന്ധപ്പെടുകയും ആ ഒരു അവസരത്തിന് ഞാൻ തന്നെ അനുഭവിച്ചാൽ പോരാ, എൻ്റെ ഒപ്പമുള്ള സഹപ്രവർത്തകരും അതിൻ്റെ ഒരു ഭാഗമാകണം ഞാൻ ആഗ്രഹിച്ചു. അതിന്റെ ഫലമായാണ് എൻ്റെ കൂടെ ഇന്ന് എത്തിയിട്ടുള്ള സുഹൃത്തുക്കൾ. അവർ ഞാൻ എന്ത് പറഞ്ഞാലും അത് നന്മയിലേക്കുള്ള വഴിയായി സ്വീകരിച്ചിട്ടുള്ളവരാണ്. അപ്പൊ അത്തരമൊരു രീതിയിൽ അവരെത്തിച്ചേർന്നു. ഇന്ന് എൻ്റെ സാന്നിധ്യത്തില് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷമുണ്ടായ ഒരു മാറ്റങ്ങളും ഞാൻ കാണുകയുണ്ടായി. വളരെ സന്തോഷം തോന്നുന്നു. കാരണം അതില് ഒരു വാക്കുണ്ടായിരുന്നു, നിങ്ങളൊന്നും അറിയാതെ വരൂ, പ്രസംഗിച്ച് പുറത്തു പോകൂ എന്ന് പറഞ്ഞു. ആ വാക്ക് അനർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഈ സെക്ഷൻ ഇവിടെ അരങ്ങേറിയത്. വളരെയധികം നന്ദി പറയുന്നു സാറിനോടും സഹപ്രവർത്തകരോടും. മുഖമില്ലാതെ എന്നോട് സംസാരിച്ചിരുന്ന ആളുകളുടെ മുഖം ഇന്ന് കാണാറായി. വളരെ സന്തോഷം തോന്നുന്നു ജലീൽ സാർ, അതുപോലെ തന്നെ ഫവാസ്. കുറെ നല്ല അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഇത്തരം വേദികൾ ഉണ്ടാക്കുന്നത് വഴി നിങ്ങളുടെ ശ്രേയസ് വളരെയധികം ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറയാം. വളരെയധികം സന്തോഷത്തോടുകൂടി ഞാൻ അവിടെ നിൽക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ നമ്മുടെ ആ പൗരകലയുടെ ഒരു ആൽക്കമിസ്റ്റ് ഒരു നോവല് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, അതുപോലെ ഒരു മോട്ടിവേറ്റർ ആയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. വളരെ ഒരുപാട് പാടാൻ പറ്റിയിട്ടുണ്ട് വന്നിട്ട്.
എല്ലാവരും മുമ്പിൽ ഇങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് ഏകദേശം ഒരു സുമാറാണിക്കടൊക്കെ സംസാരിച്ച് ഇങ്ങനെ വേദന നിൽക്കുന്ന പോലെ ഫീൽ എനിക്ക് തോന്നുന്നത്. അപ്പൊ നാളെ അങ്ങനെ ആവുമ്പോൾ അറിയില്ല, എങ്കിലും തീർച്ചയായിട്ടും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സാറിനോട് ഒരുപാട് ആജീവനാന്തം കളിപ്പാടുണ്ടായിരിക്കും. നമ്മളിനി ഇതുപോലെ ക്ലാസ്സിലുണ്ടെങ്കിൽ ഇതിന്റെ ഇന്റർമീഡിയറ്റ് ക്ലാസ്സിലൊക്കെ വെക്കുമ്പോൾ ഒരുമിച്ച് നമുക്ക് പങ്കെടുക്കാൻ പറ്റണം. അപ്പൊ എല്ലാവരും അവരോട് സഹായിച്ചു നമുക്ക് സാറിനോട് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് പോവാം എന്നൊരു വിശ്വാസമുണ്ട്. അത് കേൾക്കുന്നില്ല, നിർത്തുന്നു. നമസ്കാരം. ആദ്യമായിട്ട് എന്നെ ഈ കോഴ്സിലേക്ക് ക്ഷണിച്ച രതീഷ് സാറിന് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്ന ട്രെയിനർ നിസാറിനും മറ്റു സംഘാടകർക്കും. എന്നെ സംബന്ധിച്ച് ഒരിക്കലും നമുക്ക് നീന്തലൊന്നും കരക്കിനുള്ള പഠിക്കാൻ പറ്റില്ല, അത് ഇറങ്ങി തന്നെ പഠിക്കണം എന്ന് എനിക്കറിയാം. അപ്പൊ ഈ കോഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ വരാട്ടോ എന്ന് പറഞ്ഞു. കാരണം എനിക്കും ആവശ്യമുള്ളൊരു കാര്യമാണത്. കാരണം എൻ്റെ ഇന്ന് വന്നപ്പോ എനിക്ക് ഏറ്റവും വലിയ ഗുണം അത് പറയാനാണ് വിളിച്ചത്. ഗുണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇനി മുന്നോട്ട് പോകും, എങ്ങനെ ഒരു ക്ലാസ് നയിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ കുഴപ്പം എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അതെനിക്ക് മനസ്സിലായി. കാരണം അവിടെ നോട്ടൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ ആ സെക്ഷനിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും. രണ്ട്, മറ്റുള്ളവരുടെ ഒരു വ്യത്യാസം. ആ സാറൊക്കെ ഭയങ്കര വൈകാരികമായിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ രതീഷ് സാറൊക്കെ ആളുകളിലേക്ക് മനസ്സിലേക്ക് കറങ്ങി വൈകാരികമായിട്ടുള്ള ഒരു തലത്തിലേക്ക് വരുന്നുള്ളത് മനസ്സിലായി. ഞാൻ എൻ്റെ ക്ലാസ്സുകൾ ഞാൻ ചെയ്യാറില്ല, എനിക്ക് അങ്ങനെ ആളുകളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നുണ്ടായില്ല. പക്ഷെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു അത് ഒരിക്കലും അവരുടെ ഉള്ളിലേക്ക് കയറേണ്ടതെന്ന് എനിക്കറിയില്ല, ഞാനങ്ങനെ പറഞ്ഞു പോരായിരിക്കും. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി കുറെ കൂടി ആളുകളിലേക്ക് എങ്ങനെ ഇത് ആശയം എങ്ങനെ എത്തിക്കാം എന്നതിനെ കുറിച്ച് ഈ ക്ലാസ് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം പിന്നെ ഒരു കാര്യം തുടങ്ങുന്നത് ഇങ്ങനെ, മറ്റത് ശരിക്കും പറഞ്ഞാൽ പല്ലും നേരം ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയാണ്. എന്തെങ്കിലുമൊക്കെ കേട്ടത് നമ്മളവിടെ പ്രവർത്തിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് കൃത്യമായിട്ട് നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. എങ്ങനെ തുടങ്ങണം, അതിന്റെ എങ്ങനെ അത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം അതിന്റെ കണ്ടന്റ്, അതെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു. അത് മാത്രമല്ല അത് കൂടെ പരിശീലിപ്പിക്കുകയും ചെയ്തു. അത് ഒരുപാട് കൂടുതൽ കിട്ടിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ നന്ദി, എല്ലാവർക്കും നന്ദി. ഒരു 3-4 സംഘടനകൾ അംഗത്തുള്ളത് ഞാൻ. അവര് നേരിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ആൾക്കാരെ കാണുമ്പോൾ മൈക്ക് കാണുമ്പോൾ ആകെ പ്രശ്നവും. അതിപ്പോ ഇപ്പം കുറച്ച് ക്ലിയർ കോൺഫിഡൻറ്റ് ലെവൽ കൂടിയുണ്ട്. അതിന് സാറിനോട് ഞാൻ നന്ദി പറയുന്നു. രതീഷ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന രതീഷ് സാറിനോട് ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. നല്ലത് വരട്ടെ. ഈ പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ ഉനീസ് സാറ്, ജലീൽ സാറ്, മറ്റു സംഘാടകരെ എല്ലാവരോടും ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സഹപാഠികളോടും വളരെയധികം നന്ദി പറയാം. കാരണം ഞാൻ അവരുടെ മുഖത്ത് നോക്കിയിട്ടാണ് സംസാരിച്ചത്. അങ്ങനെയാണ് എനിക്കിപ്പോൾ ജനങ്ങളുടെ മുൻപിൽ നിന്ന് അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം എനിക്ക് വന്നത്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആദ്യം ഞങ്ങൾ ഇവിടെ ഈ ടേബിളിൽ നിന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ വീക്കായിട്ടായിരുന്നു സംസാരിച്ചിരുന്നത്. അപ്പൊ ഞാൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഒക്കെ സംസാരിച്ചോളൂ, നമ്മൾ 4 പേരല്ലോ ഇവിടെ, നമ്മൾ ധൈര്യമായിട്ട് സംസാരിച്ചോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇന്ന് ഇദ്ദേഹം ഇപ്പൊ കുറച്ചു നേരത്തെ മറ്റേ പ്രസംഗത്തില് അദ്ദേഹത്തിന്റെ പ്രസംഗം കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം അഭിമാനം തോന്നി. അദ്ദേഹം ഇത്ര നന്നായി പ്രസംഗിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. കാരണം ഞാനൊക്കെ വളരെ പിന്നിലായി, അദ്ദേഹം വളരെ നന്നായി പെർഫോം ചെയ്തു എന്നുള്ളതാണ് എന്റെ സന്തോഷം. ഏതായാലും ഇത്തരം ഒരു പരിപാടി നടത്തിയ ഉന്നയ സാറിനും അതുമാതിരി ചെറിയ സാറിനെല്ലാം ദീർഘായുസ് നൽകട്ടെ. ഇനിയും നല്ല നല്ല പരിപാടികളും വളരെയധികം പ്രാസംഗികരെ വാർത്തെടുക്കാനുള്ള കഴിവുകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാനിവിടേക്ക് വരാൻ കാരണം രതീഷാണ്, ഞങ്ങൾ ഫ്രണ്ട്സാണ്. എന്നെ വിളിച്ചൊരു 5-10 ദിവസം മുന്നേ പറഞ്ഞ അസ്പ്രേ ഇങ്ങനൊരു പ്രസംഗത്തിന്റെ ഇതുണ്ട്, അതിലേക്ക് നീ വരണം, നീ വന്നാൽ അതിന് ഗുണം കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അതിൽ വേറെ നീ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. പക്ഷെ ഞാനിവിടെ വരുന്നത് വരെ കാലത്ത് വന്ന് വൈകിട്ടാകുമ്പോഴത്തേനും എന്ത് നേടാൻ എന്നുള്ള ഒരു ഇതായിരുന്നു എനിക്ക്. ഇപ്പൊ ഞാനത് ചേരുമ്പോ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇപ്പൊ എന്റെ ടീമില് 10-30 പേരുണ്ട്.
അപ്പൊ ഇവരോടൊക്കെ പറയാനുള്ള ഒരു ധൈര്യം എനിക്കിപ്പോ ഇവിടെ നിന്ന് കൂടുതലായിട്ട് കിട്ടി. എന്റെ ആ 25 ആളെ എനിക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ഇത് കിട്ടി. അത് രതീഷിന്റെ ഇതിൽ വന്നു. മുനീർ സാറിന് പ്രത്യേക നന്ദി, എല്ലാവർക്കും നന്ദി. എന്നെ ഈ പ്രോഗ്രാമിലേക്ക് രതീഷ് ഭായി ക്ഷണിച്ചപ്പോ ഈ ആർസിഎം ജയിലിന്റെ ഭാഗമായിട്ടാണ് എന്നെ ഈ പ്രോഗ്രാമിലേക്ക് രതീഷ് ഭായി ക്ഷണിക്കുന്നത്. അപ്പൊ എനിക്ക് ഇവിടേക്ക് വരാൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ എനിക്ക് തോന്നല്. നമ്മുടെ സുഹൃത്തായ ചേട്ടൻ ഇവിടെ പോയി, ആള് പുറത്ത് പോയി. ആള് വന്നിരുന്ന് അവിടെ ആളെ എന്നെ താരതമ്യം ചെയ്യാൻ നോക്കുമ്പോൾ ആള് ഉയർന്ന ലെവലിൽ നിന്നതാണ്. ആൾക്ക് ഒരു വാക്ക് പോലും നേരെ സംസാരിക്കാൻ പറ്റുന്നുണ്ടായില്ല. ആൾ അതിഗംഭീരമായിട്ട് പിന്നെ ഇവിടെ സംസാരിച്ചു. എനിക്ക് എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് വലിയൊരു കാര്യമാണ്. ഇപ്പൊ എനിക്ക് ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഇങ്ങനെ ഇരുന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതൊക്കെ ഏറ്റവും വലിയ വിജയമായിട്ട് എനിക്ക് കാണുന്നത്. സാറ് പറഞ്ഞത് പല പോയിന്റുകളും നമ്മൾ എടുത്തിട്ട് എനിക്ക് ബാക്കിയുള്ളവർക്ക് അത് കൊടുക്കാൻ പറ്റുന്നുള്ളതും അതിന് സാറിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. വളരെയധികം നന്ദി പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. പരിശീലനമാണ് പ്രതിഭകളെ സൃഷ്ടിക്കുക എന്ന് പറയും. പരിശീലനമില്ലാതെ ഒന്നിനും ശോഭിക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, കുരുക്ഷേത്ര യുദ്ധത്തിലെ അർജുനൻ എന്ന മഹാരഥൻ എല്ലാവരെക്കാളും ശോഭിച്ചത് നിരന്തര പരിശീലനത്തിലൂടെയാണ്. ഞാനിവിടെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരാളായിരുന്നു. ഇപ്പോഴെനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിവ് കിട്ടി. എങ്ങനെ നിൽക്കണം, എങ്ങനെ നോക്കണം, എവിടെ നിർത്തണം, വോയിസ് മോഡുലേഷൻ, വോയിസിൽ വേരിയേഷൻ. ആ സാറ് വളരെ ഭംഗിയായിട്ട് ഫീലോട് കൂടിയിട്ട് ആ വോയിസ് വേരിയേഷൻ അത് വളരെ ഇംപ്രസീവ് ആയിരുന്നു. കാരണം ആള് പറയുമ്പോൾ നമ്മൾ അനുസരിക്കുകയാണ്. ആ വോയിസ് മോഡുലേഷന്റെ ഒരു അട്രാക്ഷനാണ് അത്. അതൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ മുനീർ സാറിനോട് എനിക്ക് തീർത്താത്ത നന്ദിയുണ്ട്. ഇത്തരം കാര്യങ്ങൾ, ഈ പരിശീലനത്തിന്റെ മഹത്വം കിട്ടിയത് ഇവിടെ തന്നെയാണ്. എല്ലാവരോടും വളരെ നന്ദി. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ജലീൽ മാഷിന്റെ നമ്പർ കിട്ടിയത്. ഒരു രാത്രി സമയത്താണ് ഞാൻ ജലീൽ മാഷെ കോണ്ടാക്ട് ചെയ്യുന്നത്. തുടർന്ന് ഞാൻ അടുത്തു വരുന്ന പ്രോഗ്രാമിൽ ബുക്ക് ചെയ്തിരുന്നു, പക്ഷെ എനിക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല. പക്ഷേ ഞാനത് വിട്ടു, പക്ഷെ അദ്ദേഹം എന്നെ വിട്ടിരുന്നില്ല. അദ്ദേഹം കറക്റ്റ് ടൈമിൽ എന്നെ ഫോളോ ചെയ്തോ, എന്താണ് വരാനുള്ളത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ തിരക്കില്ല, അടുത്ത തവണ വീണ്ടും കോഴിക്കോടാണ്, വീണ്ടും വരണം. നമ്മളൊരാളെ ആവർത്തിച്ച് നമ്മൾ വിളിക്കുമ്പോൾ, സ്നേഹപൂർവ്വം വിളിക്കുമ്പോൾ, അല്ലെ, എത്രയോ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് എന്നെ അറിയുപോലുമില്ല. അദ്ദേഹം കോഴിക്കോടാണ്, ഞാൻ തൃശ്ശൂരാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ സാധാരണ ഒരു മെമ്പറായിട്ട് എന്നെ കണ്ടിട്ട് അത് വേണ്ട എന്ന് വെക്കാൻ വേണ്ടി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ശരി എനിക്ക് തന്നൊരു മാറ്റമാണ് ഇന്ന് ഈ വേദി. അദ്ദേഹം എന്നെ വിളിക്കുകയും തൃശ്ശൂരിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ എൻ്റെ വൈഫിനോട് ഇന്നലെ പറഞ്ഞു, ഇന്ന് എന്തായാലും പോകണം. അപ്പോൾ വൈഫ് പറഞ്ഞു, എന്ത് പറയാൻ, അവിടെ കുറേ പേരുണ്ടാവില്ലേ, കുഴപ്പമില്ല, വിളിച്ച് ജലീൽ മാഷല്ലേ, പോകാതിരിക്കാൻ പറ്റില്ല. ശരി. എനിക്ക് മുനീർ സാറിനെ എനിക്ക് അറിയില്ല, വ്യക്തിപരമായിട്ട് അറിയില്ല, അദ്ദേഹം എങ്ങനെയാണെന്ന് അറിയില്ല. ഗൂഗിൾ ഫോട്ടോ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടാണ് ഉറങ്ങിയത്. ആ സ്വപ്നങ്ങൾക്ക് ഇന്ന് ചിറക് വലിപ്പിച്ചതാ ആയിരിക്കുന്ന മനുഷ്യനാണ്. ഐ എം പ്രൗഡ് ഓഫ് യു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അത് പ്രാപ്തനാക്കിയത് ജലീൽ മാഷാണ്. എന്നെ അദ്ദേഹത്തിന് വിളിക്കാതെ ഇരിക്കണം അല്ലേ, തിരക്കനിൽ. പക്ഷെ അദ്ദേഹം ഓർത്ത് വച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന് തന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു വേദി തന്നു. എന്നെ പിച്ച് വെച്ച് സംസാരിപ്പിക്കാൻ പഠിപ്പിച്ചു. ഇന്ന് നിങ്ങളുടെ മുഖത്ത് കാണുന്ന ഈ ചിരി തന്നത് മുനീർ സാറാണ്. താങ്ക് യു സർ. ആ കൂട്ടത്തിൽ ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പൊ ഇന്ന് ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എൻ്റെ 2 മക്കൾ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനും ചോദിക്കും, സാധാരണ ഞാൻ പാപ്പു കൊണ്ടുപോകും, അച്ഛൻ എന്താണ് കൊണ്ടുവന്നെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, 14 നല്ല കൂട്ടുകാരെ അച്ഛൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, 2 ഗുരുക്കന്മാരെയും കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു. ഈ പറയുന്ന പോലെ ഞാൻ തേടി പിടിച്ച് ഓൺലൈനിലൂടെ പല ഫീഡ്ബാക്ക് നോക്കിയിട്ടാണ് വന്നത്.
ആഗ്രഹമുണ്ട് നല്ല രീതിയിൽ പ്രസംഗിക്കണം എന്നുള്ളത്. കാര്യം പറയുന്ന പോലെ പല എന്താണ് പ്രസംഗിക്കാനുള്ള പല ബുദ്ധിമുട്ടുകളും എനിക്ക് ഉണ്ടായേക്കണെയാണ്. ഞാനിപ്പോ ഒരു ചെറിയ എന്തെങ്കിലും പരിപാടി നടന്നാൽ പോലും ഞാൻ അതിന് പോയിട്ട് വന്നു വീട്ടിലുള്ളവർക്ക് ഒരു ആകാംക്ഷയാണ്, നീ സംസാരിക്കാനൊക്കെ പഠിച്ചോ, നീ ആ രീതിയിൽ സംസാരിക്കോ, ആ രീതിയിൽ വീട്ടുകാർക്ക് വരെ ആകാംക്ഷയും ആ വീട്ടുകാർക്ക് വരെ എന്നെ പറ്റി സംസാരിക്കാനൊക്കെ ആയില്ലേ എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലൂടെ ഞാൻ ഇപ്പൊ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വീട്ടുകാരെ സംബന്ധിച്ച് ഒന്നുമല്ലായ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയാൻ ഭാഗമായിട്ടുണ്ടെങ്കിൽ പോലും പൊതുസമൂഹത്തിൽ ചെല്ലുമ്പോൾ അവരെക്കാൾ മികച്ച രീതിയിൽ ഓരോ വ്യക്തിയും കഴിവുള്ളവരാണ്. അപ്പൊ അവരെക്കാൾ മികച്ച രീതിയിൽ സംസാരിക്കേണ്ട സാഹചര്യം വന്ന് ചേർന്നപ്പോൾ ഈ പറഞ്ഞ ആ രീതിയിൽ നമുക്ക് സംസാരിക്കണം. ആഗ്രഹമാണ് ഏറ്റവും വലിയ പ്രചോദനം. ആ പ്രചോദനത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ എല്ലാം നോക്കി. ഞാൻ വേറെ പല സ്ഥലത്തൊക്കെ നോക്കിയപ്പം റേറ്റും കൂടുതൽ, അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് അന്വേഷിക്കുന്നില്ല, വേണി വന്നാൽ മതി. എന്തായാലും നമുക്കും നമ്മൾ പറയുന്ന പോലെ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഇതിലുള്ള നമ്മുടെ സാർമാർക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമുക്കും തിരക്കുകളുണ്ട്, സാർമാർ ഇവിടെ ഏറ്റവും പറയുമ്പോൾ സന്തോഷത്തോടെ ഓടി വന്നത്. അപ്പൊ പല തിരിച്ചറിവുകളും ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇനിയും ഈ പറയുന്ന ഇന്റർമീഡിയറ്റ് പരിപാടിക്ക് വരുന്ന ആഗ്രഹമുണ്ട്. പറയുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ കഴിവുകളും കാര്യങ്ങളും വികസിപ്പിക്കാൻ ഉന്നയി സാറിന്റെ നേതൃത്വത്തിൽ സാധിക്കട്ടെ. അതുപോലെ ജലീൽ സാറിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.